രാവിലെ എഴുന്നേറ്റ സമയത്തന്നെ തൊട്ടയലത്തെ വീട്ടിലെ ചേച്ചീനെ വിളിച്ച് ചോദിച്ചു, എടി ഷീബേ, നിനക്കിന്ന് മീൻ കിട്ടിയായിരുന്നോ? പെട്ടെന്ന് അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ അത് ശ്രദ്ധിച്ചത്, ഇന്ന് ഇതുവരെയും മീൻകാരൻ വന്നിട്ടില്ല. സാധാരണ അയാൾ ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ അയാൾ വീട്ടിലേക്ക് വരുന്നതാണ്. അത്യാവശ്യം നല്ല മീനും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ കൊണ്ടുതരും. അതുകൊണ്ട് തന്നെ അയാൾ ഒരു ആശ്രയം തന്നെയായിരുന്നു. അങ്ങനെ 11 മണി കഴിഞ്ഞ് 11:30 ആ ഒരു സമയമായപ്പോൾ അയാൾ അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്നു. അത് കണ്ട സമയത്ത് ഞാൻ മീൻ മേടിക്കാനായി നിൽക്കുകയായിരുന്നു തൊട്ട് ആ റോഡിലേക്ക്. പെട്ടെന്ന് എന്നെ കണ്ട സമയത്ത് തന്നെ ആള് വണ്ടി നിർത്തിയില്ല, നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. അപ്പുറത്തേക്കുള്ള വീട്ടിലേക്ക് പോയ സമയത്ത് തന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഇതെന്താ ആളിവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അയാളങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ പോയി അവർക്ക് മീൻ കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം തോന്നി. ചേട്ടാ, ഞാൻ കുറേ നേരമായല്ലോ ഇവിടെ നിൽക്കുന്നത്. അതിനുശേഷം അവർക്ക് മീൻ കൊടുത്തിട്ട് അയാൾ എന്നെ കാണാത്തതുപോലെ നേരെ ഒരൊറ്റ പോക്ക്. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല ദേഷ്യമായി. അയാൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ ചേച്ചിയോട് പോയി പറഞ്ഞു, ഇയാളെന്താ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കാണിക്കുന്നത്? ഇവിടെ മനുഷ്യന്മാർ നിൽക്കുന്നത് കണ്ടില്ലേ? ഇത്രയും നേരം നിന്നിട്ടും അയാൾക്ക് ആ മീനിങ്ങോട്ട് തന്നൂടെ എന്നൊക്കെ പറയുന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, ആളാണെന്നുണ്ടെങ്കിൽ ഒരു അച്ചരപ്പിശകാണ്. ആൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ മീൻ കൊടുക്കത്തുള്ളൂ, അല്ലാതെ അങ്ങനെയൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. പെട്ടെന്നവർ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ സ്വയം ആലോചിച്ചു, ചേട്ടാ, ഇനി എനിക്ക് സൗന്ദര്യം കുറഞ്ഞത് പോയതുകൊണ്ടാണോ അയാൾ എനിക്ക് മാത്രം മീൻ തരാതെ പോയത്? അന്നത്തെ ദിവസം തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ചിന്തകളായി. ചേട്ടാ, ഇനി എനിക്ക് സൗന്ദര്യം കുറഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളിങ്ങനെ കഴിഞ്ഞു പോയപ്പോഴാണ് ഭർത്താവും കുട്ടിയും വീട്ടിലേക്ക് വരുന്നത്. അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു, എടി, ഇന്ന് മീനൊന്നും കിട്ടിയില്ലേ? പെട്ടെന്ന് ഒരു ദേഷ്യത്തിൽ ഞാനപ്പം പറഞ്ഞു, ഇവിടെ മീനൊന്നും ഇല്ല, ഇങ്ങനെ ഉള്ളത് വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞു. ആ സമയത്ത് അവർക്ക് നല്ല ദേഷ്യം തോന്നി എന്നോട്, നീ എന്താ മീൻ മേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആയ സമയത്ത് എനിക്ക് നല്ല ദേഷ്യം അയാളോടും തോന്നി. ചേട്ടാ, ഇയാൾ മീൻ തരാത്തതുകൊണ്ടല്ലേ അവരും എന്നോട് ദേഷ്യപ്പെട്ടത് എന്നൊക്കെ. ഒരു കുടുംബത്തിൽ സമാധാനം കിട്ടാത്ത പോലെ ഒരവസ്ഥ. അടുത്ത ദിവസമായപ്പം നേരെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭർത്താവിനെയും കുട്ടിയും പറഞ്ഞയച്ചു. ഇനിയുള്ളത് ഉച്ചക്കത്തെ പണിയാണ്. ഉച്ചക്കത്തെ പണിക്ക് വേറെ കറിയും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുകിൽ പച്ചക്കറി വെക്കണം, അല്ലെങ്കിൽ മീൻ കിട്ടണം. ആ ഒരവസ്ഥ മാത്രമായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊന്നും കരുതാനില്ലായിരുന്നു. ഞാൻ നേരെ നിന്നും അതിനുശേഷം എൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്ക് തോന്നി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ആ ഒരു സാരിയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് മേക്കപ്പ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവർ കൊണ്ട് തരുമായിരിക്കും എന്നൊക്കെ ഒരു പൊട്ട ചിന്താഗതികൾ എൻ്റെ മനസ്സിൽ തോന്നി. ആ നിമിഷം ഞാൻ മനസ്സിൽ സ്വയം ആലോചിച്ചു, ഞാനൊരു സുന്ദരിക്കോതയല്ലേ, എൻ്റെ പഴയ സൗന്ദര്യം എവിടെ പോയി? അവർക്ക് മാത്രം മീൻ കൊടുത്തു, എനിക്ക് മാത്രം തന്നില്ല എന്നൊരു ചെറിയ കുശുമ്പ് കൂടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ കഴിയുന്നത് പോലെ ഭർത്താവ് വാങ്ങിച്ചെന്ന കുറച്ച് മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനുശേഷം പട്ടുസാരിയും കാര്യങ്ങളൊക്കെ എടുത്ത് ചെറിയ എനിക്കിഷ്ടപ്പെട്ട മാലയും കാര്യങ്ങളൊക്കെ വെച്ച് അതിനുശേഷം ഞാനവിടെ നേരെ കയറിയിരുന്നു. അയാളെ കാത്തിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ വരാൻ സമയമായപ്പോൾ ഞാൻ പതുക്കെ റോഡിലേക്ക് ഇറങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയും പിന്നെ എല്ലാം ഉടുത്തോടെ ഞാൻ റോഡിൽ തന്നെ നിന്നു. ആ സമയമായപ്പോൾ തന്നെ അയാൾ വരുന്നുണ്ടായിരുന്നു. ഞാനത് നോക്കിയിരിക്കുകയായിരുന്നു. അയാൾ ഇന്നലത്തെ പോലെ എന്നെ കാണാത്തതുപോലെ പോവുമോ എന്നുള്ള ഭയം എല്ലാം എനിക്കുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് എൻ്റെ കോൺഫിഡൻസ് നന്നായിട്ടുണ്ടായിരുന്നു. എൻ്റെ കാര്യത്തിൽ വിശ്വാസം എനിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കുള്ളത്? അങ്ങനെ ചിന്തിച്ച് കുറേ സമയം കഴിഞ്ഞപ്പോൾ ആൾ വന്നു. ഒരു സൈക്കിളിലാണ് വരവ്. പിന്നെ ഒരു പൊക്കം മീശയും നല്ല കൊമ്പം മീശയെല്ലാം ഉണ്ട്. അത് തന്നെയാണ് ആളുടെ ഒരു രൂപം. ഒരു കൈലിയാണ് വേഷം. പിന്നെ ചെറിയ ആ ഒരു ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആള് എന്നെ അത്ഭുതപ്പെടുത്തുന്ന പോലെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, മീൻ വേണോ? ഇന്നലെ ഇവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ അങ്ങ് പോയി എന്ന് പറഞ്ഞിട്ട് ആളിറങ്ങി. ശേഷം എനിക്ക് ഏത് മീനും വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ഒരു മീൻ തന്നാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനത് പറയുന്ന സമയത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മീന് പകരം 1, 2, 3 മീൻമാരിട്ടു. അത് കണ്ട സമയത്ത് തന്നെ എനിക്ക് നല്ല സന്തോഷമായി. അപ്പുറത്തുള്ളവർക്കായിട്ട് കൂടുതൽ എനിക്ക് കിട്ടി എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൈസ കൊടുക്കുന്ന സമയത്ത്, പൈസ ഇന്ന് വേണ്ട, ആദ്യമായിട്ട് വാങ്ങിക്കില്ലേ, പൈസ കൈവച്ചു, നാളെ വരുമ്പോഴും മീൻ തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൈസ വാങ്ങിച്ചോളാം എന്ന് അയാൾ പറഞ്ഞു.
അങ്ങനെ എനിക്ക് മീൻ തന്നിട്ട് അയാൾ അങ്ങോട്ട് പോയി. ശേഷം അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന കണ്ടപ്പോൾ എനിക്കെൻ്റെ സൗന്ദര്യത്തിൽ വളരെയധികം വിശ്വാസം തോന്നി. മറ്റൊന്നല്ല, അപ്പുറത്ത് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ മീൻ എനിക്ക് തരികയും ചെയ്തു. പിന്നെ പൈസയും വാങ്ങിച്ചില്ല. അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ആ സമയം ഞാൻ വീട്ടിലേക്ക് വന്ന് മീൻ വെക്കുന്ന സമയത്ത് എനിക്കൊരുപാട് ചിന്തകൾ പോയി. ചേട്ടാ, ഞാനൊന്ന് ഒരുങ്ങി നടക്കാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇനി തൊട്ട് എന്നും ഒരുങ്ങി എല്ലായിടത്തും പോകണം. അതുകൊണ്ടാണ് നമ്മുടെ സൗന്ദര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ശ്രദ്ധിക്കുക എന്നൊക്കെ ഞാനിങ്ങനെ സ്വയം ചിന്തിച്ചു. വൈകുന്നേരമായപ്പോൾ കുട്ടിയും ഹസ്ബൻഡും വന്നു. ആ സമയത്തിന് മീനും കറിയും എല്ലാം കണ്ട സമയത്ത് അവർക്കും സന്തോഷമായി. അപ്പം ഞാൻ ആലോചിച്ചു, ഞാനും ശ്രമിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒന്നും വേവാനും കിടിക്കാനും ഒന്നും കിട്ടാത്തത്. ഇപ്പോൾ ഞാനിന്ന് ആഗ്രഹിച്ച പോലെ ഒന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം മീനും കാര്യങ്ങളൊക്കെ ചുമ്മാ വന്നല്ലോ എന്നൊക്കെ ഞാൻ ചുമ്മാ ചിന്തിച്ചു പോയി. അങ്ങനെ ഭർത്താവിന് ചോറ് കൊടുത്ത് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മീൻ? പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, നല്ല മീനാണ്. എവിടെ നിന്ന് കിട്ടിയതാ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്നൊരു കാക്ക കൊണ്ട് തന്നതാണ്. അങ്ങനെ മുഴുവൻ ചോറും കഴിച്ച് അവർ രണ്ടുപേരും എഴുന്നേറ്റ് പോയി. ശേഷം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ വീണ്ടും മീനിന് വേണ്ടി കാത്തിരുന്നു. ഏകദേശം 11-11:30 അതാണ് അയാളുടെ സമയം. ആ സമയമായപ്പോൾ തന്നെ ആള് മീനും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇന്നും ഞാനിച്ചിരി ഒരുങ്ങിക്കെട്ടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മീൻ കിട്ടുമെന്ന് എനിക്ക് സംശയമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നു. മീൻകാരൻ വണ്ടി നിർത്തി. ശേഷം എൻ്റെ മീൻ തന്നു. എൻ്റെ കൂടെ തൊട്ട അടുത്ത വീട്ടിലെ ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അയാളുടെ കയ്യിൽ നിന്ന് മീൻ മേടിക്കാൻ പോയത്. അപ്പോൾ തന്നെ നല്ല കുശലവും കാര്യങ്ങളുമായിരുന്നു ആൾ. ആ സമയത്ത് ഞങ്ങളോട് തന്നെ അയാൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ആളിച്ചിരി പശകാണ് കേട്ടോ, ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് അത് കേട്ട സമയത്ത് ഞാൻ പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല, ആൾ നല്ല മീനും കാര്യങ്ങളൊക്കെ തരുന്നില്ലേ, പിന്നെന്താ ആളെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യമായിട്ടൊക്കെ പറയുന്നത് എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അയാൾ മാറി നിൽക്കുന്ന സമയത്തായിരുന്നു ചേച്ചി ആ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞാനതൊന്നും ഗവനിച്ചില്ല. ശേഷം അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് അയാൾ എന്നെ ദൂരെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, കൊച്ചി ഞാൻ വന്നതെന്ന് ചോദിച്ച്. അങ്ങനെ വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടേക്ക് ചെന്ന സമയത്ത് എനിക്ക് ഏകദേശം 2 മീനും കൂടെ വാരിയിട്ട് തന്നു. ആ 2 മീനും കൂടെ വാങ്ങിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇയാളെ വീട്ടിൽ വിളിച്ച് ഒരു ദിവസത്തെ ഊണെങ്കിലും കൊടുക്കണമെന്ന്. പിറ്റേ ദിവസം ഉച്ചയായ സമയത്ത് എനിക്കൊരാഗ്രഹം തോന്നി, ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഒരു ദിവസം അയാൾ വന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. ഇന്ന് ഭക്ഷണം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ അയാളോടായി പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അയാൾ വീട്ടിലേക്ക് വന്നു. ഇനി ഇതിൻ്റെ കഥയുടെ ബാക്കി അറിയാനുള്ള താല്പര്യമുള്ളവർ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ട് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതിന്